കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ബാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, ഗൗതം നന്ദയും ചേർന്ന് വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കുന്നുണ്ട് നയനയെ കുരുക്കാനായിട്ട്. കാരണം അവർക്ക് മനസ്സിലായി നയനയാണ് പിങ്കിയോട് ആ വലിയ ചതി ചെയ്തിരിക്കുന്നത്. പിങ്കിയുടെ ബാഗിനകത്ത് ആ സ്വർണം കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി മാറി നിൽക്കുന്ന ആള് നയനയാന്നുള്ള കാര്യം അറിഞ്ഞു. അപ്പൊ നയനയെ കൊടുക്കണമെങ്കിൽ പിങ്കി ഇങ്ങോട്ട് വരണം. അപ്പൊ പിങ്കി വന്നാൽ മാത്രം ഇനിയിപ്പം താങ്കൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോവാണെന്ന് നന്ദയ്ക്കും ഗൗതമത്തിനും മനസ്സിലാവുകയാണ്. ഈ സമയം അർജുൻ ആകെപ്പാടെ ടെൻഷനാണ്. അർജുൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ സമയം സുമകല അർജുന്റെ അരികിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടാ മോനെ, എല്ലാത്തിനും കാരണക്കാരിയാ പിങ്കിയാന്ന്. പിങ്കിയോ? അമ്മ എന്തൊക്കെയാ പറയണേ? അതെ, പിങ്കിയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സ്വർണ്ണം ഇവിടെ കൊണ്ട് തിരിച്ചേൽപ്പിച്ചു. പിങ്കിയുടെ ബാഗിനകത്ത് ഉണ്ടായിരുന്നു പോലും. അപ്പോഴാണ് അർജുൻ ആ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അർജുൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ആ കാര്യങ്ങളൊന്നും. പിങ്കിയുടെ അച്ഛൻ വന്ന കാര്യങ്ങളും അറിഞ്ഞിട്ടില്ലായിരുന്നു. പെട്ടെന്ന് അർജുൻ ചോദിച്ചു, പിങ്കിയുടെ ബാഗിനകത്ത് ആ സ്വർണ്ണം ഉണ്ടായിരുന്നോന്ന് ചോദിക്കാം. പിങ്കിയുടെ ബാഗിനകത്ത് സ്വർണ്ണം ഉണ്ടായിരുന്നു. അത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരുന്നു. അത് പിങ്കി തന്നെ എടുത്തേന്ന്. അവസാനം പിടിക്കപ്പെടുമെന്നായി കഴിഞ്ഞപ്പം അതിവിടെ കൊണ്ട് ഏൽപ്പിച്ച ഇങ്ങനൊരു കള്ളീനെ ഇനി ഒരു കാരണവശാലും നിന്റെ ഭാര്യയായിട്ട് വെച്ച് വഴിക്കാണ്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാ. ഇത് കേട്ടത് അർജുൻ പറഞ്ഞു, അമ്മ എന്തറിഞ്ഞിട്ട് എന്ത് വർത്താനേ പറയണേ? പിങ്കി മോഷ്ടിക്കാനാ? അവൾക്ക് ഇഷ്ടമൂടാനുള്ള സ്വത്തുണ്ട്, ഇഷ്ടം പോലെ സ്വത്തുണ്ട്. പിന്നെയാണോ ഇവിടുത്തെ ഇത്തിരി സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അവൾക്ക് ജീവിക്കാനായിട്ട്? അമ്മയ്ക്ക് കോമൺ സെൻസോടെ ഒന്ന് ചിന്തിച്ചുകൂടെന്ന് ചോദിക്കുക. പെട്ടെന്ന് സുമംഗല പറഞ്ഞു, ഇതൊക്കെ നീ ഇപ്പൊ പറയൂടെ മോനെ. മനഃപൂർവ്വം ഈ കുടുംബത്തെ അല്ലെങ്കിൽ അപമാനിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടി മാത്രമാണിത്. അരുന്തിയടുത്തിയുടെ സ്വർണ്ണം ഉപയോഗിക്കുന്നത്. അത് അരുന്തിയടുത്ത് ഞാൻ എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ടെന്നറിയോ? സ്വർണത്തിന്റെ മൂല്യം അല്ല ഇതിന് കൊടുക്കുന്നത്, പാരമ്പര്യമായിട്ട് ഇടത്തേക്ക് കിട്ടിയിരിക്കുന്ന. അപ്പൊ അത് അടിച്ചു മാറ്റുവാണെങ്കിൽ ഈ കുടുംബത്തിലുള്ളവരെ എല്ലാവരും കുറച്ച് വേദനിക്കുമല്ലോ, എല്ലാവരും കുറച്ച് തീ തിന്നുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് പറയാം. ഇത് കേട്ടത് അർജുൻ പറഞ്ഞു, ഇനി ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു കാരണവശാലും ഞാൻ പിങ്കിയെ സംശയിക്കില്ലെന്ന് പറയാം. അപ്പോഴാണ് നന്ദ അങ്ങോട്ട് വരുന്നത്. നന്ദേനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് സുമംഗല പറഞ്ഞു, നന്ദ വരുന്നുണ്ട്. എല്ലാരും പിങ്കിക്കാണല്ലോ ഇവിടെ സപ്പോർട്ട്. ഞാൻ പറയുന്ന ആരും കേൾക്കത്തില്ല, അനുസരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് സുമംഗല അങ്ങോട്ട് പോവാണ്. പിന്നീട് നന്ദേനെ കണ്ടു കഴിഞ്ഞപ്പോ അർജുൻ പറഞ്ഞു, എന്തൊക്കെയാ നന്ദ ഇവിടെ കേൾക്കുന്നത്? നന്ദ പറഞ്ഞോളെ തന്നെയാണ് കാര്യങ്ങളെന്ന് ചോദിക്കുക. ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു, ഞാൻ അപ്പോഴേ അർജുനോട് പറഞ്ഞില്ലേ, അന്ന് ചെന്നപ്പോ ആ ബാഗ് നമ്മൾ തുറന്ന് പരിശോധിക്കണമായിരുന്നു. ആ ബാഗ് തുറന്ന് പരിശോധിക്കുമായിരുന്നെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും ആ സ്വർണം കണ്ടേരം. മനഃപൂർവ്വം ആരോ പിങ്കിനെ കുരുക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന പണിയാണ്. പിങ്കിനെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ട് ആർക്കോ എന്തോ ലാഭമുണ്ട്. അതാണ് ഇവിടുത്തെ മുഖ്യമായിട്ടുള്ള പ്രശ്നം. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. അത് ഓർക്കുമ്പോൾ തന്നെ ഒന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അർജുനൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാനാ പവിത്ര, ഞങ്ങൾ എല്ലാവരും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാ. ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ അത് ആദ്യമായിട്ടാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടുണ്ടാണെങ്കിൽ ഇവിടെ കൂടുതലായിട്ട് ആരാ വന്നെന്ന് ചിന്തിച്ചു നോക്കാൻ പറയാണ്. പെട്ടെന്ന് അർജുന് നയന മാത്രമാണ്. പക്ഷെ നയന തന്റെ കളിക്കൂട്ടുകാരിയാ, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തൊന്നുമില്ല. പെട്ടെന്ന് അർജുൻ പറഞ്ഞു, അല്ല അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ആരായിരിക്കണം നന്ദേനെ ചോദിക്കാം. അർജുനൊന്ന് സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ, അപ്പൊ കിട്ടുമെന്ന് പറയാണ്. ഇത് കേട്ടതും അർജുൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാണ്. പെട്ടെന്ന് അർജുനോട് നന്ദ പറഞ്ഞു, അതെ, ഇവിടുന്ന് പിങ്കിനെ ഓടിച്ചിട്ട് ആർക്കാ ലാഭം കിട്ടുന്നത്? ഞാൻ നോക്കിയിട്ട് നയനിക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി ആർക്കും ലാഭം കിട്ടുന്നില്ല. ഞാൻ അർജുനോട് ഇങ്ങനെ തുറന്നു പറയുന്നുണ്ട്. അർജുൻ എന്നോട് വിരോധം തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളാണ്. മുമ്പ് ഞാൻ അർജുനോട് പറഞ്ഞല്ലോ ഇതിന്റെ പിന്നിൽ ആരുടെയോ കറുത്ത കരങ്ങളുണ്ടെന്ന്. അല്ലെങ്കിൽ പുറത്തുനിന്നൊരു കള്ളം വന്നിട്ടുണ്ടെങ്കിൽ കഥയൊക്കെ തുറന്നു കിടക്കണ്ട. അതൊന്നും തുറന്നു കിടന്നിട്ടുമില്ല. അന്ന് രാത്രിയില് കള്ളനെ കണ്ടെന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ചെറിയമ്മ അലറി കരഞ്ഞാണ്. അപ്പൊ ആരാ? ഒന്നെങ്കിൽ ഇവിടെ ഒരു പ്രൊഫഷണൽ കള്ളനുണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഏതോ ഒരു കള്ളം വരുന്നുണ്ട്. അവരെ സഹായിക്കാനായിട്ട് ഈ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ട്. അങ്ങനെ എന്തോ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടോ അർജുൻ പറഞ്ഞു, അത് ശരിയാണ്, ഒരു കാര്യം ചെയ്യണം. ഇത് നമുക്ക് കണ്ടെത്തണമെങ്കിൽ അർജുൻ ഒരു കാര്യം ചെയ്യണം, പിങ്കിയെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാം. ഇത് കേട്ടോ അർജുൻ പറഞ്ഞു, പിങ്കിയെ കൂട്ടിക്കൊണ്ട് വരാനാ? അവൾ അതിന് വരുമോ? അർജുൻ വിചാരിച്ചാൽ വരും. അർജുൻ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാം. ഞാൻ ചെന്ന് വിളിക്കില്ല, ഞാൻ ചെന്ന് വിളിച്ചിട്ടുണ്ട് അവള് വരത്തില്ല എന്ന് പറയാം. അത് മുമ്പല്ലായിരുന്നോ? ഒരു പക്ഷേങ്കിൽ ഇനി ചെന്ന് അർജുൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിങ്കി വരും. അർജുന്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞിട്ട് പോയത് എന്താണെന്നറിയോ? അർജുനോട് എന്റെ വകയൊരു സോറി പറയണമെന്ന്. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അർജുൻ കുറ്റക്കാരനല്ല. അന്ന് ചെന്ന ബാഗ് പരിശോധിക്കാനായിട്ട് പിങ്കിയുടെ നിരപരാധിത്വം വെളിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കേട്ടോണ്ട് നയനെ അപ്പുറം നയനെ ആ സമയത്താണ് അങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവര് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോ നയനെ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. പിന്നീട് നന്ദ പറഞ്ഞു, അതെ, എത്രയും പെട്ടെന്ന് പോയി പിങ്കിനെ കൂട്ടിക്കൊണ്ട് വരണം.
അതാണ് ഇവിടെ ഒരു ശാശ്വത പരിഹാരമുള്ളത്. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി ഇപ്പൊ അർജുന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഓഹോ, അപ്പം നയനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ടാണ് പ്ലാന്. അപ്പൊ തന്റെ പ്ലാൻ നടക്കാൻ പോകുന്നില്ല. താനും അപ്പച്ചി ഇത്രയും കാലം വെള്ളം കോരിത്ത് വെറുതെ ആയിപ്പോ ഇതങ്ങനെ വിട്ടിട്ട് കാര്യമല്ലോ. അവൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് ഇനിയും താൻ പണി കൊടുക്കും. അവളെ എങ്ങനെ ഈ വീട്ടിൽ നിന്ന് താൻ അടിച്ചു ഓടിക്കും. എങ്കിൽ മാത്രമേ തനിക്ക് ഇവിടെ വാഴാൻ പറ്റുള്ളൂ. ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു നയനയ്ക്ക് ഉണ്ടായിരുന്നേ. പിന്നീട് സുമംഗലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. സുമംഗലിന്റെ അടുത്തേക്ക് എന്നിട്ട് നയന പറഞ്ഞു, അതെ, ഇത്രയും തെളിവോട് കൂടിയിട്ട് പിങ്കിയുടെ കള്ളത്തരം വെളിപ്പെടുത്തിയിട്ടും ഇവിടെ ആരും പിങ്കിനെ സംശയിക്കുന്നു പോലും ഇല്ലല്ലോ അപ്പച്ചിന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ സുമംഗലിനോട് എന്ത് പറയാനാ, എല്ലാരും ഇവിടെ പിങ്കിയുടെ ഭക്ഷണമെന്ന് പറയണം. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വേറെ പലരും പിങ്കിയുടെ ഒപ്പം കൂടി ചേർന്ന് നിൽക്കുന്നുണ്ട്. മിക്കവാറും അവരും കൂടി ചേർന്നിട്ടായിരിക്കും ഈ കളികളൊക്കെ നടത്തിയെന്ന് പറയാം. അതിപ്പം നന്ദനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. സുമംഗല പറഞ്ഞു, ഇനിയിപ്പോൾ ആരൊക്കെ പറഞ്ഞാലും ശരി, പിങ്കിനെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാനും സമ്മതിക്കത്തില്ല. അവളുടെ പാട് നോക്കി പോട്ടെ. അല്ലെങ്കിൽ അർജുൻ എന്തിനാ ഇനി അവളെപ്പോലൊരു പെണ്ണിനെ? അർജുന്റെ മുഖത്തേക്ക് താലി വലിച്ചെറിഞ്ഞ അവളുടെ അച്ഛൻ, എന്നിട്ട് പോലും അവള് തടഞ്ഞില്ല. പിന്നെ എന്തിനാ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നേ? അർജുന് നല്ലൊരു ജീവിതം ഉണ്ടാണെങ്കിൽ ഒരു കാരണവശാലും പിങ്കി വന്നിട്ട് കാര്യമില്ല. പിങ്കി അർജുനും തമ്മിൽ എത്രയും പെട്ടെന്ന് വേർപിരിയണം. മോളെ നേനെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീയാണ് എൻ്റെ മരുമോളായിട്ട് ഈ കുടുംബത്തിലേക്ക് വരേണ്ട പെൺകുട്ടി. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അന്ന് നിന്നെ ഞാൻ എൻ്റെ അർജുൻ്റെ ഭാര്യയായിട്ട് കൊണ്ടുവരുന്നെങ്കിൽ എനിക്ക് ഇന്നേ ഗതിയോടുണ്ടാവത്തില്ലായിരുന്നു. ഇത്രയും നാൾ ഞാൻ കണ്ണീരൊടുക്കേണ്ട കാര്യം വരത്തില്ലായിരുന്നു പറയാം. നയന പറഞ്ഞു, അപ്പച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, സമയമുണ്ടല്ലോ. എന്നാലും അർജുന്റെ മനസ്സ്, അവനാണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല മോളെ എന്ന് പറയാം. എന്തിനാ അപ്പച്ചി വിഷമിക്കുന്നത്? ഒറ്റയടിക്കാൻ കൊണ്ട് അർജുനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നോക്കണ്ട. പതുക്കെ പതുക്കെ വേണം. അല്ലെങ്കിൽ അർജുൻ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പറയാണ്. പിന്നീട് അർജുൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുമംഗല അങ്ങോട്ട് ചെല്ലുവാണ്. സുമംഗല എന്ന് അർജുൻ്റെ അടുത്തിരുന്നിട്ട് പറഞ്ഞു, മോനെ അർജുനെ, ഞാൻ പറയുന്നൊന്ന് അനുസരിക്കുക. കാരണം നിനക്കറിയാലോ ഇവിടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ഈ അമ്മ പറയുന്നേ. അല്ല, നിനക്കൊരു ദോഷം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കോ? ഒരമ്മമാരും അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ പിങ്കിയായിട്ടുള്ള ബന്ധം അങ്ങോട്ട് വേർപ്പെടുത്തിയേക്കാൻ പറയാണ്. തീയുടെ അർജുൻ ചോദിച്ചു, അല്ല അമ്മ ഇത് എന്തിന്റെ പുറപ്പാടാ? അല്ല മോനെ, ഞാൻ പറഞ്ഞല്ലോ, ആ സ്വർണത്തിന്റെ കാര്യം തന്നെ മോനെന്ന് എടുത്തു നോക്കിയേ. എന്തിനാ ഇങ്ങനെ ഒരു ഭാര്യനെ നിനക്ക് എന്തിനു വേണ്ടിയിട്ടാ? അവള് പെരുങ്കള്ളിയാ. ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് അവളുടെ പേരിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അന്നൊക്കെ അന്തേടത്തി ഒതുക്കി തീർക്കുകയോ ചെയ്ത് ഞാനും കണ്ണടച്ചു വിട്ടു. എന്താണെങ്കിലും പോട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേങ്കിൽ ഇനി അത് പറ്റില്ല മോനെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ ഒരു കാരണവശാലും ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വാഴിക്കാന്ന് നീ വിചാരിക്കേണ്ടെന്ന് പറയാണ്. ഈ സമയം നയനയും കൂടെ അങ്ങോട്ട് വന്നു. നയന വന്നിട്ട് പറഞ്ഞു, അല്ല അർജുൻ, നീ ഇപ്പോഴും പിങ്കിയുടെ ഒപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും അർജുൻ പറഞ്ഞു, പിങ്കി ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ല, എനിക്ക് 100% വിശ്വാസമാണെന്ന് പറയാം. ഇത് കേട്ട നയന പറഞ്ഞു, പിന്നെ ആരാ അങ്ങനെ ചെയ്തേ? പിങ്കിയുടെ ബാഗിന്നല്ല സ്വർണം മോഷ്ടിക്കപ്പെട്ടെ, അല്ല സ്വർണം കിട്ടിയത്. പിന്നെ എങ്ങനെയാ പിങ്കിയുടെ ബാഗിനകത്ത് ആരെങ്കിലും മനഃപൂർവ്വം കൊണ്ടേ വെക്കാനാ? ഇവിടെയുള്ളവർക്കെന്റെ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കള്ളന്മാര് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വർണം പിങ്കിയുടെ ബാഗ് വെക്കേണ്ട കാര്യമില്ലോ എന്ന് പറയാം. ഇനിയിപ്പം മറ്റാരെങ്കിലും ആണെങ്കിൽ അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഈ കുടുംബത്തിലുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പിങ്കിയായി സ്വർണം മോഷ്ടിച്ചെന്ന് പറയാം. ഇത് കേട്ടതും അർജുൻ പറഞ്ഞു, പിങ്കിയല്ല, അത് മോഷ്ടിച്ച നീയാന്ന് പറയാണ്. ഇത് കേട്ടതും നായന അന്തം വിട്ട് അർജുനെ നോക്കുവാണ്. ഇത് കേട്ടതും സുമംഗലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുമംഗല ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. ഒരു നിമിഷം സുമംഗലിക്ക് മനസ്സിലായി അർജുൻ എന്തൊക്കെയോ സത്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ ഇനിയിപ്പോൾ ഇവളാണോ മോഷ്ടിച്ച് പിങ്കിയുടെ ബാഗിലേക്ക് വെച്ചെന്ന് പോലും സുമംഗലിക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവണം. അർജുൻ ഇത്ര വെട്ടി തുറന്ന് ചോദിക്കുമെന്ന് പോലും ഒരു കാരണവശാലും നയന ഓർത്തിരുന്ന കാര്യമില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ. അങ്ങനെ നയനയുടെ കള്ളത്തരമൊക്കെ അർജുൻ പുറത്തു കൊണ്ടുവരികയാണ്. അർജുന് മനസ്സിലായി നയന പെരുങ്കള്ളിയാന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.